എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. നാളെയാണ് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുന്നത്. പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഒക്ടോബർ മാസത്തിൽ വിതരണം ചെയ്യുന്ന 1600 വിതരണമാണ് സംസ്ഥാനത്ത് നാളെ ഒക്ടോബർ 27 തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുന്നത്. ഇതിനുവേണ്ടി ധനവകുപ്പ് നേരത്തെ തന്നെ തുക അനുവദിച്ചുകൊണ്ടുള്ള അറിയിപ്പ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അറിയിച്ചിരുന്നു. 820 കോടി രൂപയാണ് പെൻഷൻ വിതരണത്തിന് വേണ്ടിയിട്ട് അനുവദിച്ചിട്ടുള്ളത്. സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് പെൻഷൻ വിതരണം ചെയ്യുന്ന 16 ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിതരണവും നാളെ തന്നെ ആരംഭിക്കുന്നുണ്ട്. ഇതിനു വേണ്ടിയിട്ടുള്ള തുക കൂടി അനുവദിച്ചിട്ടുണ്ട്. കേന്ദ്ര വിഹിതം ലഭിക്കുന്ന ആളുകൾക്ക്, അതായത് 300, 200, 500 കുറവ് ലഭിക്കുന്ന ആളുകൾക്ക് അവർക്ക് വേണ്ട തുക കൂടി സംസ്ഥാന സർക്കാർ മുൻകൂറായി അനുവദിച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷൻ വിതരണം എല്ലാ ആളുകൾക്കും നാളെ മുതൽ തന്നെ ആരംഭിക്കും. കേന്ദ്രവിഹിതം ലഭിക്കുന്ന ആളുകൾക്ക് 300-ന്റെയും 200-ന്റെയും 500-ന്റെയും കുറവുണ്ടാകും. 4 ദിവസത്തിന് ശേഷം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ആ ഒരു തുക കൂടി എത്തിച്ചേരുന്നതാണ്. കയ്യിൽ പെൻഷൻ വിതരണം 2 ദിവസത്തിന് ശേഷം അല്ലെങ്കിൽ 1 ദിവസത്തിന് ശേഷം ആരംഭിക്കും. തിങ്കളാഴ്ച എന്തായാലും ഉണ്ടാകില്ല. ട്രഷറി മുഖാന്തരം ആ ഒരു തുക എടുക്കേണ്ടതുണ്ട്. അത് ചൊവ്വാഴ്ചയായിരിക്കും ലഭിക്കുക. ചൊവ്വാഴ്ച വൈകുന്നേരമോ അല്ലെങ്കിൽ ബുധനാഴ്ചയായിട്ട് കയ്യിൽ പെൻഷൻ വിതരണം സജീവമാകുന്നതാണ്. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചവർക്ക് മാത്രമായിരിക്കും ലഭിക്കുക. മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്തത് കൊണ്ട് കഴിഞ്ഞ ഗഡു മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് ഈ മാസവും ക്ഷേമ പെൻഷൻ ലഭിക്കില്ല. അങ്ങനെയുള്ള ആളുകൾ 1-ാം തീയതി മുതൽ 20-ാം തീയതി വരെ മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരമുണ്ടാകും. ആ ഒരു സമയത്ത് മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകളുടെ അർഹതാ പരിശോധന, വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണം, ഇതെല്ലാം ഇനി പഞ്ചായത്ത് ഇലക്ഷന് ശേഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് മറ്റൊന്ന് ഓർമ്മിപ്പിക്കാനുള്ളത്. അപ്പോൾ ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത്. ഇനി പെൻഷൻ വർധനവുണ്ട്. പെൻഷൻ വർധനവിനെ കുറിച്ചുള്ള അറിയിപ്പ് നവംബർ 1-ാം തീയതി കേരളപ്പിറവി ദിനത്തിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മുഖ്യമന്ത്രി അതൊരു പ്രഖ്യാപനമായിട്ട് അവതരിപ്പിക്കും എന്നാണ് നമ്മൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും 200 രൂപ വർദ്ധിപ്പിച്ച് 1800-ലേക്ക് എത്തും എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ അടുത്ത പെൻഷൻ വിതരണത്തിൽ ആ ഒരു വർദ്ധിപ്പിച്ച തുക ലഭിക്കാൻ സാധ്യതയുണ്ട്. പെൻഷൻ വർധനവ് വരുത്തുകയാണ് എങ്കിൽ പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് 2 മാസത്തെ പെൻഷൻ ലഭിക്കുകയാണെങ്കിൽ 3200-ന് പകരം 3600 ലഭിക്കുന്നതാണ്. ഇനി 2 മാസത്തെ പെൻഷൻ പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് ഉണ്ടാകും. അതിന്റെ പ്രഖ്യാപനവും നേരത്തെ ഉണ്ടാകും. ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ കുടിശ്ശിക പെൻഷൻ വിതരണം ചെയ്യുന്നത് പ്രയാസമാകും. അപ്പൊ അതിനു മുമ്പ് പെൻഷൻ പ്രഖ്യാപനം, അതായത് നവംബർ മാസത്തിൽ വിതരണം ചെയ്യുന്ന പെൻഷന്റെ പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.